പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിവേളയിൽ ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം അതിനെനിക്ക് അവസരത്തെ നൽകി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ റോസലിൻ സുരേഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ടീമിനെ, തൻ്റെ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകരുമാറാകട്ടെന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, സംഭവബഹുലമായ ഒരു പകൽക്കാലം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് എൻ്റെ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനം സംസാരിപ്പാനും ഒക്കെ കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ പലവിധമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടവും ദുഃഖവും സങ്കടങ്ങളും മരണങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഭീതിജനകമായ ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യാശയോടെ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. തിരുവചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് റോസലിൻ സുരേഷിന്, കേൾവിക്കാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മുടെ മേൽ ധാരാളമായിട്ട് പകരുവാൻ ഈ നാടുകളിൽ ദൈവസന്നിധിയോടെ ഏറ്റവും അടുപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായി നല്ല വൈകവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി ദൈവപാദപീഠത്തിൽ അടുത്തു വരുവാൻ എൻ്റെ അപ്പച്ചൻ തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഈ വൈകവേള ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഏറിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെല്ലാം ദൈവം ക്ഷമിക്കണമേ. കർത്താവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയോട് അടുക്കുവാനുള്ള കൃപ തന്ന് കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമേ. കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഇനി ലൈവിൽ വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഇന്ന് പകൽക്കാലത്തെ ഈ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. വലിയ വിടുതലുകൾ ദൈവിക നാമത്തിൻ്റെ മഹത്വം ഒക്കെ ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ഇവിടെ വരുത്താൻ പോകുന്ന നന്ദിയോട് സ്തോത്രം. സ്വർഗത്തിലെ അപ്പച്ചൻ പ്രാർത്ഥന കേട്ടിരിക്കാല് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്ത് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 19:20. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു ബലപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. നമ്മൾ തിരുവചനത്തിൽ അല്ലെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു, അല്ലെങ്കിൽ ദൈവവചനം പരന്നു, കർത്താവിൻ്റെ വചനം ആ നാട്ടിലോ എല്ലാം വ്യാപിച്ചു. ആമേൻ. കർത്താവിൻ്റെ വചനം മേൽക്കുമേൽ പ്രബലപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെ കർത്താവിൻ്റെ വചനം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. അങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ദൈവവചനം
പല സ്ഥലങ്ങളിലാ, പല ദേശങ്ങളിലാ, പല വ്യക്തികളിലാ, പല കുടുംബങ്ങളിലാ, ജയിലറകളിലാ, സിംഹത്തിൻ്റെ കുഴിയിലാ, ആമേൻ സ്തോത്രം, അങ്ങനെ ബന്ധിതരായി കഴിയുന്നവരുടെ അടുക്കലോ, അങ്ങനെ പല ഇടങ്ങളില് ദൈവത്തിൻ്റെ വചനം കടന്നു എന്നതായിട്ടും ആ വചനം കടന്നു എന്ന എല്ലാ സ്ഥലങ്ങളിലും ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 6:7 ഇപ്രകാരം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ വളർച്ചയെ പറ്റിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സഭയിലുണ്ടായ ഒരു ഭിന്നതയെ പറ്റിയാണ് വായിക്കുന്നത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ആ രണ്ട് കൂട്ടർ, എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിലുള്ള ഒരു ചെറിയ വാഗ്വാദം അല്ലെങ്കിൽ ഒരു പിറുപിറുപ്പാണ് അവിടെ കാണുവാനിടയാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തെയൊക്കെ ഈ അപ്പോസ്തലന്മാർ 12 പേര് വിളിച്ചു വരുത്തുവാനിടയായി. എന്നിട്ട് അവർ ചിലരെയൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശദമായിട്ട് പറയാൻ നമ്മുടെ മുമ്പിൽ സമയം കുറവാണല്ലോ. അതുകൊണ്ടാണ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. കുറച്ചു പേരെ തിരഞ്ഞെടുത്ത്, ആത്മാവും ജ്ഞാനവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് മേശമേൽ ശുശ്രൂഷിക്കുവാൻ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞ കിച്ചൻ്റെ പണികളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. എന്നിട്ട് പിന്നെ പത്രോസും ഒക്കെ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാം, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. ഈ വേല ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. അപ്പം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവർ പറയുകയാണ്, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഉറ്റിരിക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചിലരെ തിരഞ്ഞെടുത്ത് അവരെ മേശമേൽ അവർ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞാക്കി അപ്പോസ്തലന്മാരുടെ മുമ്പാകെ അവരെ കൊണ്ടുവന്ന് നിർത്തി. 7 പേരെ അവിടെ തിരഞ്ഞെടുത്തത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവർ എങ്ങനെയുള്ളവരാണ്? ആത്മാവും ജ്ഞാനമുള്ളവർ. അപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് നിസ്സാരമെന്ന് കാണുവാൻ ആർക്കും ഇടവരരുത്. അവിടെ പറയുന്നത് അവർ ആത്മാവും ജ്ഞാനവും ഉള്ളവരായിരുന്നു. അവരെ മേശമേൽ ശുശ്രൂഷിപ്പാനായിട്ട് അന്ന് ഈ സകലതും പൊതുവക എന്നെണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുന്ന ഒരു കാലമായിരുന്നല്ലോ പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് അവരവർക്ക് വേണ്ടുന്നത് വിഭാഗിച്ചു കൊടുക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ കിച്ചണെല്ലാം പൊതുവായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായത്. എന്നാൽ